പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ആദ്യത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്നേഹമുള്ളവരെ, നമ്മൾ അഷ്ടഭാഗ്യങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലാണ് അഷ്ടഭാഗ്യങ്ങൾ. അതിന് സമാന്തരമായി ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണത്തിന് സമാന്തരമായി ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലെ സമതല പ്രഭാഷണം എന്ന് പറയും. അവിടെ മത്തായിയുടെ സുവിശേഷത്തിലെ 8 ഭാഗ്യങ്ങൾ കാണുമ്പോൾ ഇവിടെ 4 ഭാഗ്യങ്ങളും സമാന്തരമായ 4 ദുരിതങ്ങളുമാണ് എടുത്തു പറയുക. ഇതിൽ ആദ്യത്തേതാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്. ആരാണ് ദരിദ്രർ? ദൈവത്തിൽ ആശ്രയിക്കുന്നു. സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവരും സ്വന്തമായിട്ടൊന്നും ഇല്ലാത്തവരും എല്ലാം ദൈവത്തിന് ദാനമാണെന്ന് മനസ്സിലാക്കുന്നതും പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുക. അവരുടെ ഭാഗ്യം എന്താണ്? ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം? ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളുടെ അവബോധം. ദൈവം നമ്മുടെ പിതാവാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവമക്കളാണ്, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടേതാണ്. എന്താണ് ദൈവരാജ്യം? ദൈവത്തോടൊന്ന് വിചാരിക്കുക, ദൈവത്തിൻ്റെ മക്കളായി, ദൈവരാജ്യത്തിലെ പ്രജകളായി കരുതപ്പെടുക. അപ്പോൾ ദൈവമക്കളായി ഇതിനേക്കാളും എന്ത് ഭാഗ്യമാണ് നമുക്ക് ആവശ്യമുള്ളത്? ഈ ഭാഗ്യം എന്ന് പറയുന്നതാണ് ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതാണ്. നിങ്ങളുടെ അവസ്ഥ എത്രയോ സൗഭാഗ്യകരം, എത്രയോ സന്തോഷപ്രദം. ആ ഒരു സന്തോഷം അനുഭവിക്കാൻ നമ്മൾ ഗ്രഹിക്കട്ടെ. അപ്പോൾ സാമ്പത്തികമായ ബാധ്യതകളുള്ളപ്പോഴും, വിശക്കുന്നവന് ആഹാരം കിട്ടാതെ പോകുമ്പോഴും ബുദ്ധിമുട്ടരുത്. തമ്പുരാൻ നമ്മളെ കാത്തുകൊള്ളും. ആ ഭാഗ്യം അനുഭവിക്കാൻ തമ്പുരാൻ നമുക്ക് കഴിയട്ടെ. ഹൃദയത്തിലാണ് സന്തോഷമുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു കൃപ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് ദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക